ഹായ് ഓൾ, അസ്സാം വലൈക്കും വരഹമത്തല്ലാഹി വബർക്കാത്തുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കുറച്ച് ദിവസത്തിന് ശേഷമാണ് കേട്ടോ വ്ളോഗ് ചെയ്യുന്നത്. കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായി, ഹയാൻകുട്ടിന് വയ്യാണ്ടായി, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ കൊണ്ട് വ്ളോഗൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതേ രാവിലെ തന്നെ ഞാൻ ഇച്ചു ബേബിക്കും ഹയാൻകുട്ടനും വേണ്ടിയിട്ടുള്ള മുട്ട പുഴുങ്ങാനിടുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഇത് വന്നിട്ട് നമ്മുടെ ചക്കര വള്ളിക്കിഴങ്ങ് എന്നൊക്കെയാണ് ഇവിടെ പറയുക, ആ സംഭവമാണ് കേട്ടോ. മധുരക്കിഴങ്ങ്, സ്വീറ്റ് പൊട്ടാറ്റോ, അതും പേർപ്പിൾ കളർ, അതും കൂടെ ഇടുന്നുണ്ട്. ഞാനിത് അഗാറോൻ്റെ ഈ ഒരു കെറ്റിലാണ് ഇടുന്നത്. ഇത് വന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ദേ നമ്മുടെ ബേബി താഴെ തന്നെ നിൽക്കുന്നുണ്ട്, മമ്മം വേണമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. ഇതേ സംഭവം ഒരു 10 മിനിറ്റിൻ്റെ ആവശ്യമില്ല, ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിത് ഇതേ തൊലി ഇതുപോലെ കളയുന്നുണ്ട്. കണ്ടില്ല, ഉള്ളിൽ നമ്മൾ പെട്ടെന്ന് കാണുന്ന സമയത്ത് ബീട്രൂട്ട് ആണെന്ന് തോന്നും. ഇത് ബീട്രൂട്ട് അല്ല, സ്വീറ്റ് പൊട്ടാറ്റോ ആണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ലേഡീസിനൊക്കെ കഴിക്കുകയാണെങ്കിൽ ഈ കുട്ടികൾ ഉണ്ടാവാനൊക്കെ ട്രൈ ചെയ്യൂല, അങ്ങനെയുള്ളവർക്കൊക്കെ ഏറ്റവും നല്ല ബെസ്റ്റ് ഐറ്റമാണ് കേട്ടോ. നിങ്ങൾ ആരും കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വാങ്ങി നോക്കുക. പിന്നെ അതുപോലെ മക്കൾക്കൊക്കെ കൊടുക്കുമ്പോൾ വെയിറ്റ് ഗെയിൻ വരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ല സംഭവമാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാനിതേ മുട്ടയും കൂടെ പുഴുങ്ങിയിട്ട് ഇതുപോലെ കുറച്ച് കുരുമുളക് എല്ലാറ്റിലും ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ മധുരവും ഈ കുരുമുളകിൻ്റെ ടേസ്റ്റ് ആകുമ്പോൾ നന്നായിരിക്കും കേട്ടോ. എന്നിട്ട് ഞാൻ അവളുടെ ഈ ഒരു ബോക്സ് അല്ല, അത് പ്ലേറ്റാണ്, അതിലിങ്ങനെ കവർ ചെയ്ത് വെക്കും. ബേബി അപ്പോഴേക്കും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എണിച്ച ഉടനെ കരയാതിരിക്കാനും വേണ്ടിയിട്ട് അത് കൊടുക്കും കേട്ടോ. പിന്നെ ബാക്കിയുള്ള മക്കൾക്ക് ഇന്ന് ദോശ ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും നല്ല അടി ഉണ്ടാക്കുകയാണ്. അവർക്ക് പാസ്ത തന്നെ വേണമെന്ന് പറഞ്ഞിട്ട്. നമ്മൾ പൊതുവെ പാസ്തയൊക്കെ മൈദയിലൊക്കെയാണ് ഉണ്ടാക്കുക, പക്ഷെ ഇത് വന്നിട്ട് ഡിസാനോൻ്റെ പാസ്തയാണ്. ഇത് വന്നിട്ട് 100% വെറും വീറ്റിൽ, അതായത് ഗോതമ്പിലാണ് ഉണ്ടാക്കുന്നത്. നല്ല പ്രോട്ടീനൊക്കെ ഉണ്ട്, അതുപോലെ 0 കൊളസ്ട്രോൾ ആണ്, നമുക്ക് ഫാറ്റ് ഫ്രീ ആണ്. പിന്നെ അതുപോലെ ആർട്ടിഫിഷ്യൽ കളറോ ഫ്ലേവേഴ്സോ ഒന്നും തന്നെ, പ്രിസർവേറ്റീവ്സോ ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഡിസാനോൻ്റെ ഈ ഒരു പാസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആമസോണിൽ അവൈലബിൾ ആണ് കേട്ടോ. ഒരു മാസം മുമ്പത്തുള്ള വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യൂസ്കിൻ ആപ്പിനെ കുറിച്ചിട്ട്. ഓൺലൈനായിട്ട് നമുക്ക് ഡെർമറ്റോളജിസ്റ്റിനെ, നല്ല ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ സ്കിൻ പ്രോബ്ലംസ് എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് കസ്റ്റമൈസ് ചെയ്ത ഒരു മരുന്ന് തരും. അതായത് നോർമലി നമുക്ക് എങ്ങനെയാണ് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ പ്രൊഡക്ട്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങി എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കും. പക്ഷെ നമ്മുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. അങ്ങനെ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വന്നിട്ട് ഈ ഒരു വിന്റർ സീസണല്ല, ഈ ഒരു സമയത്ത് നമ്മൾ സ്കിൻ കെയർ നന്നായിട്ട് നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഉള്ള പ്രോബ്ലംസ് ആണ്, ഡ്രൈ ആവുക, ഭയങ്കര സ്കിന്നൊക്കെ ഇറിറ്റേറ്റ് ആവുന്ന പോലെയുള്ള അവസ്ഥയൊക്കെ വരില്ല. ആ ഒരു സമയത്ത് എനിക്ക് വന്നിട്ട് അവർ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു 4 പ്രൊഡക്ട്സ് ആണ് കേട്ടോ. അതിന്റെ സ്കിൻ പ്രോബ്ലംസ് പറഞ്ഞ സമയത്ത് ഈ ഒരു 4 പ്രൊഡക്ട്സ് ആണ് ഇവർ സജസ്റ്റ് ചെയ്തത്. ഫേസ് വാഷ്, അതുപോലെ ഈ ഒരു ക്യൂസ്കിന്റെ ഈ ഒരു പ്രൊഡക്റ്റ്. നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഒരു വൂണ്ട് ഹീൽ ചെയ്യുന്ന പോലെ ഹീൽ ചെയ്തിട്ട് നമുക്ക് മാറ്റി തരും. സൺസ്ക്രീൻ, ഇതൊക്കെ യൂസ് ചെയ്തിട്ട് അത്യാവശ്യം എനിക്ക് നല്ല മാറ്റം ഉണ്ട് കേട്ടോ. ഫേസിൽ ഈ സ്പോട്സ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അതുപോലെ ഡാർക്ക് സർക്കിൾ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. പിന്നെ പുറത്തേക്ക് പോകുന്ന സമയത്ത് നമ്മൾ സൺസ്ക്രീൻ എന്തായാലും മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടും കേട്ടോ. അപ്പൊ ഞാനത് യൂസ് ചെയ്തിട്ട് എനിക്ക് അത്യാവശ്യം നല്ല മാറ്റം, സ്കിന്ന് നല്ല മോയ്സ്ചറായിട്ട് ഭയങ്കര സോഫ്റ്റ് ആൻഡ് ഗ്ലോ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു 2-3 വീക്ക് നമ്മൾ യൂസ് ചെയ്തപ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു മാറ്റം വന്നിട്ട്. പിന്നെ അതുപോലെ ഇവർ നമ്മൾ കോൺടാക്ട് ചെയ്യും 15 ദിവസം കഴിഞ്ഞാൽ സ്കിൻ എങ്ങനെയുണ്ട്, ഓക്കെ ആയോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ കണ്ട് വിളിച്ച് ചോദിക്കും. അതുപോലെ നമുക്ക് ഫുഡ് അവർ റെക്കമെൻഡ് ചെയ്യും. സ്കിൻ കെയറിൽ മെയിൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും തേക്കുന്നത് മാത്രമല്ല, നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സ് ആണെങ്കിലും ഒക്കെ അവർ നമുക്ക് പറഞ്ഞു തരും കേട്ടോ. അപ്പൊ നിങ്ങൾക്കും ഈ ഒരു സംഭവം വേണം, ഇതുപോലെ കൺസൾട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ക്യൂസ്കിന്നിന്റെ ലിങ്ക് ഞാൻ ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന്റെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ. കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. എന്നിട്ട് ഈ ലിങ്കിലൂടെ കയറി നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അവരായിട്ട് കൺസൾട്ട് ചെയ്യാം. എന്നിട്ട് അവർ 4 പ്രൊഡക്ട്സ് നമുക്ക് സജസ്റ്റ് ചെയ്യും. അവർ സജസ്റ്റ് ചെയ്യുന്ന ഈ പ്രൊഡക്ട്സ് വാങ്ങുന്ന സമയത്ത് എന്റെ കൂപ്പൺ കോഡായ ST100 അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 100 rupees ഡിസ്കൗണ്ടും കൂടെ കിട്ടും കേട്ടോ. അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വെറുതെ നമ്മുടെ കാര്യം കൂടെ നോക്കാതെ ഇന്ന് ശരിയാവില്ലല്ലോ ഈ തിരക്കിന്റെ ഇടയിൽ. അപ്പൊ നമ്മുടെ കാര്യം വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് നോക്കാൻ പറ്റും. അപ്പൊ ഏതായാലും ഞാൻ ഇനിയിപ്പോ അവര് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് രാവിലെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ നന്നായിട്ട് വരുന്ന പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡയറ്റും കൂടെ ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ടാണ് പപ്പായ കറുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ അത് പോയി നോക്കട്ടെ കേട്ടോ. അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ പാസ്തയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാനൊരു 10 മിനിറ്റോളം ഇതിൽ നമ്മുടെ അഗാറോൻ്റെ കെറ്റിൽ തന്നെയാണ് വെക്കുന്നത്. പെട്ടെന്ന് ആവുകയും ചെയ്യും. നമുക്ക് ഒരേ സമയം കുറേ സംഭവങ്ങൾ ചെയ്യുന്ന സമയത്ത്
അടുപ്പിൽ തന്നെ എല്ലാം വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതിൽ ഭയങ്കര ഈസിയാണ് കേട്ടോ. രാവിലെ കുട്ടികൾക്ക് സ്കൂൾക്കൊക്കെ പോവുകയാണെങ്കിലും ഒക്കെ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ. പിന്നെ ഇതേ പാസ്ത വെന്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ആ വെള്ളം കളഞ്ഞിട്ട് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു വെച്ചു. അതിന് ശേഷം ഒരു വലിയ സ്പൂണിൽ ബട്ടർ എടുത്തിട്ടുണ്ട്. പാസ്ത ഉണ്ടാക്കാനും വേണ്ടിയിട്ട് എടുത്ത് മാറ്റി വെച്ചതാണ് കേട്ടോ. ഇനിയിപ്പോൾ പാസ്തയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ക്യാരറ്റ് എടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിലിപ്പോൾ വെജീസ് ആയിട്ട് ക്യാരറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ക്യാരറ്റ് ഈ നൂഡിൽസ് പോലെ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞ് വരൂല, അതിലാക്കാണ് കേട്ടോ. ഈ ഒരു സംഭവത്തിൽ ഇങ്ങനെ 4 ഷേപ്പിലാക്കാനുള്ളത് ഉണ്ട്. ഇത് കുറേ മുമ്പ് അമ്മ എപ്പോഴോ വാങ്ങി തന്നാണ്. അപ്പോൾ അതേ പാനിലേക്ക് ഞാൻ ബട്ടർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മുടെ ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റൂട്ടോ. ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം. അതിലേക്ക് ഉപ്പും ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടി ക്രഷ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനൊരു 2 സ്പൂണോളം നമ്മുടെ കോറപ്പൊടിയില്ലേ, റാഗി, അതെടുക്കുന്നുണ്ട്. അതായത് മുത്താരി എന്നൊക്കെ പറയില്ല, അതിൻ്റെ പൗഡർ. എന്നിട്ട് അത് കലക്കിയിട്ട് നമ്മുടെ ക്യാരറ്റ് കുറച്ചൊന്ന് വെന്ത് വന്നതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ ഇളക്കി കൊടുക്കുക. അപ്പോഴേക്കും വേഗം കട്ട പിടിക്കും. പെട്ടെന്ന് തന്നെ ഞാനിത് അതിലേക്ക് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു കപ്പോളം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ക്രീമി ആയിട്ട് എത്ര വേണോ അത്ര നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. നമ്മൾ ഈ മൈദയൊക്കെ ഇടുന്നതിന് പകരം കോറ ഇടുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടമാകായിക അങ്ങനെ ഒന്നുമില്ല കേട്ടോ. നിങ്ങൾ അങ്ങനെ പേടിക്കണ്ട. അവർക്ക് നല്ല ഇഷ്ടമാവും. ഇത് കോറയാണെന്ന് പോലും അറിയില്ല. പാസ്തയൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് 2 തക്കാളി, കുഞ്ഞ തക്കാളി ഇട്ട് കൊടുത്തത്. തക്കാളി ഇങ്ങനെ പിഴിഞ്ഞിട്ട് ഇട്ടപ്പോൾ ചുമരും കൂടെ നല്ല തക്കാളി ഫേഷ്യൽ ചെയ്ത അവസ്ഥയായിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 2 ചീസിന്റെ സ്ലൈസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് കുട്ടികൾക്ക് കുറച്ചും കൂടെ പ്രോട്ടീനൊക്കെ കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ചീസ് ബട്ടറൊക്കെ കുട്ടികൾക്ക് കഴിക്കാൻ പറയുന്നത്. ഇതിലേക്ക് നമ്മൾ വേവിച്ച പാസ്തയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പാസ്ത വേവിക്കുന്ന സമയത്ത് ഞാൻ ഉപ്പും ഓയിലും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പറയാൻ വിട്ടുപോയി. ഇനിയിപ്പോൾ ഈ ക്രീം നന്നായിട്ട് നമ്മുടെ ഓരോ പാസ്തയിലും ആവുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ വെറുതെ പറയാലോ. പിന്നെ അതുപോലെ കുട്ടികൾക്ക് കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇച്ചു ബേബിക്കും കൊടുക്കുക. കാരണം ഈ ഒരു പാസ്ത വീട്ടിലാണല്ലോ ഉണ്ടാക്കിയത്. അതുകൊണ്ട് നമുക്ക് ആ ഒരു ടെൻഷനൊന്നുമില്ല. ഇനിയിപ്പോൾ വിളമ്പുന്ന ടൈമാണ്. ഞാൻ 4 ബൗള് എടുത്ത് വെച്ചിട്ടുണ്ട്. 4 പേർക്കും ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പറയാൻ വിട്ടുപോയി, നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലുമൊക്കെ പുതിയതായിട്ട് വന്നിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് കുറേ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മക്കൾക്ക് എന്തൊക്കെയാണ് കൊടുക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തെങ്കിലുമൊക്കെ ചെറിയ ടിപ്സോ അല്ലെങ്കിൽ ഉപകാരമുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് അതിന് കിട്ടും എന്ന് വിശ്വസിക്കുന്നു, ഇൻഷാ അല്ലാ. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലുമൊക്കെ ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ പുതിയതായിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എവിടെ നിന്നാണ് വീഡിയോ കാണുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടാം. എനിക്കൊന്ന് അറിയാനും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതേ ഹെയ്സു പാസ്തയ്ക്ക് പിസ്ത ഉണ്ടാക്കിത്താ എന്ന് പറഞ്ഞിട്ട് നടന്നാണ്. അങ്ങനെ അവൻ്റെ പിസ്ത റെഡി ആയിരിക്കുകയാണ്, അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതേ ബേബിക്ക് കൊടുത്തു. ഞാൻ എടുത്തു കൊടുക്കണം എന്നില്ല, ഇങ്ങനത്തെ ഫുഡാകുമ്പോൾ അവൾ തന്നെ കഴിച്ചോളൂ കേട്ടോ. പക്ഷെ ഞാനിങ്ങനെ അടുത്തിരിക്കും, പെട്ടെന്ന് തൊണ്ടയിൽ അടയ്ക്കുക പിടിക്കുക അങ്ങനെയൊന്നും ആവാതിരിക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ സാദാ ചോറും പിന്നെ വേറൊരു എളുപ്പപ്പണി ചെയ്യുന്ന ദിവസമാണ്. മിക്കവാറും സമയങ്ങൾ നിങ്ങൾ നോക്കുമ്പോൾ ഞാൻ എളുപ്പപ്പണി ചെയ്യുന്ന ദിവസമായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഹെൽപ്പ് ചെയ്യാനുള്ള ആളുണ്ടാവില്ല. അപ്പോൾ പെട്ടെന്ന് പണികളൊക്കെ തീർത്തിട്ട് ഈ പെട്ടെന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം 4 മണിയാവും പണികൾ തീരുമാറിയാലോ. ഇടയ്ക്ക് ഇപ്പോൾ ബേബി കരയും, ബേബിക്ക് ഫീഡ് ചെയ്യാൻ പോകണം, പിന്നെ ബേബി അപ്പിടും, അവളെ കഴുകാൻ പോകണം, പിന്നെ ഹെയ്സ് ബാത്റൂമിൽ വിളിക്കും അല്ലെങ്കിൽ ചുറ്റുവിന് വിളിക്കും, പിന്നെ അവരെ കുളിപ്പിക്കണം. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇടയിൽ വരുമ്പോൾ നമ്മുടെ പണി എന്തായാലും ലാഗായിട്ട് പോകും. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകാനുള്ളതൊക്കെ പുറത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരി ഇടാണ്. അപ്പോൾ ഏകദേശം ഞങ്ങൾ മാത്രം ഒരു നേരത്തിന് കഴിക്കാനുള്ള അരി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 2.25 നാഴിയോളം അരിയാണ് കേട്ടോ ഇടുക. ചിലപ്പോൾ രാത്രിക്ക് കുറച്ച് ബാലൻസ് ഒക്കെ വരും. പിന്നെ ഇതേ ഞാൻ ഒരു 2-3 ദിവസം മുമ്പ് വാങ്ങി വെച്ച ലിവറാണ്. ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ലിവർ ഇവിടെ ലുലുവിൽ പോയ സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കാണെങ്കിലും ലേഡീസിനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ബ്ലഡ് ഒരുപാട് ഉണ്ടാവാനും ഒക്കെ ലിവർ കഴിച്ചാൽ ഹെൽപ്പ് ചെയ്യും. അതുപോലെ അയണിൻ്റെ ഡെഫിഷ്യൻസി ഒക്കെ ഉള്ളവരാണെങ്കിൽ ലിവർ നന്നായിട്ട് കഴിക്കുക, നിങ്ങൾക്ക് നല്ല ഗുണമുണ്ടാവും. അതുപോലെ പീരിയഡ്സ് ഒക്കെ തെറ്റുന്ന അല്ലെങ്കിൽ കുറച്ച് വൈകിട്ടൊക്കെ വരുന്നവരൊക്കെ ഉണ്ടാവില്ല, അങ്ങനെയുള്ളവർക്ക് ലിവർ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. എനിക്ക് അമ്മ ഉണ്ടാക്കി തരുന്ന ലിവർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അമ്മത്ത് വിളിച്ച് ചോദിച്ചിട്ടാണ് കേട്ടോ ഈ റെസിപ്പി ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അമ്മേൻ്റെ റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്.
ഞാൻ സിസേഴ്സ് അതായത് കത്രിക തെരഞ്ഞ് കുറേ നേരം നോക്കി മക്കളെ. നമ്മുടെ മക്കളൊക്കെ കുറച്ചിങ്ങനെയൊക്കെ പൊട്ടിത്തെറുപ്പ് തുടങ്ങി കഴിയണ്ടല്ലോ, നമ്മൾ എടുത്തേക്കുന്ന ഒറ്റ സാധനങ്ങൾ നമുക്ക് കിട്ടൂല. കുറേ നേരം തപ്പി നോക്കിയിട്ട് കിട്ടില്ല. അപ്പം പിന്നെ കത്തിയിൽ തന്നെ കട്ട് ചെയ്തു. കത്രികയിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പണി തീരും കേട്ടോ, ചെറിയ ചെറിയ കഷ്ണമായിട്ട് കട്ട് ചെയ്യാൻ. പിന്നെ ഇതിന് വേണ്ടിയിട്ട് വേണ്ടത് ചെറിയുള്ളിയാണ്. ഒരുപാട് സാധനമൊന്നും വേണ്ട, ചെറിയുള്ളി മതി. വലിയുള്ളി അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമ്മളിതിൽ ഇടുന്നില്ല കേട്ടോ. അപ്പോൾ ചെറിയുള്ളി ഒരു കൈപ്പിടിക്ക് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 സ്പൂണോളം ചെറിയ സ്പൂണ് 2 സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേ 1 സ്പൂണോളം കുരുമുളക് പൊടി, അത് നമ്മുടെ എരിവിന് ആവശ്യത്തിന്. പിന്നെ 1 സ്പൂണ് ജീരകം, ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണ്, അത് ചെറിയ സ്പൂൺ ആയതുകൊണ്ട് ഫുള്ളായിട്ട് തോന്നുന്നു. ഇനി കുറച്ച് വെള്ളം ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഞാൻ ലിവർ ഇതേ കഴുകി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൈയിട്ട് വരകുമ്പോൾ നല്ലൊരു രസം, ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയില്ലേ എന്ന പോലെ. പക്ഷെ അതിലിങ്ങനെ കഴുകിയാലും ബ്ലഡ് വരും കേട്ടോ, അതാണ് പ്രശ്നം. അപ്പം നന്നായിട്ട് കുറേ പ്രാവശ്യം കഴുകി ബ്ലഡൊക്കെ കളഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റിയാണ്, അതേപോലെ തന്നെ നല്ല ഹെൽത്തിയുമാണ് കേട്ടോ. പിന്നെ വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാർക്ക് എന്ന് പറയുമ്പോൾ ഇതിന് എന്താ പറയുക, ഇതിന് പകരമായിട്ട് കുറേ ഫുഡൊക്കെ വരുന്നുണ്ട്. അത് ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. ഇനിയിപ്പോൾ അടുത്തത് നമ്മുടെ ഫേവറേറ്റ് ഐറ്റം ആയിട്ടുള്ള നമ്മുടെ ഗാർലിക് പൗഡറാണ്. ഒരു 2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് വെളുത്തുള്ളി ചതച്ചതാണെങ്കിലും മതി. അപ്പോൾ ഞാൻ പാൻ ഒന്ന് മാറ്റിയിട്ടാണ്, മറ്റേ പാന് വേണ്ട, കുക്കറിൽ അമ്മ ഒരു കുക്കറിൽ വിസിലിടുക, അപ്പോൾ പിന്നെ പെട്ടെന്നാവുമെന്ന് പറഞ്ഞപ്പോൾ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഇന്ദുപ്പ്, അതായത് പിങ്ക് സോൾട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 അല്ല, അതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ടോ. ചില സമയം കൂടി പറഞ്ഞ് എന്നെ പ്രാകണ്ട, അസില് പറഞ്ഞിട്ട് ഉപ്പ് കൂട്ടി ഇട്ടു എന്ന് പറയണ്ട, നമുക്ക് ടേസ്റ്റിന്. പിന്നെ ആവശ്യത്തിന് ഇതൊന്ന് മുങ്ങിക്കിടക്കുന്ന പോലെ വെള്ളം ഒഴിക്കുക. നമ്മുടെ കുക്കറിനനുസരിച്ച് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ചെറിയ കുക്കർ ഓവർ വെള്ളം ഒഴിച്ചിട്ട് മൊത്തത്തിൽ പൊട്ടിത്തെറിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. ഒരു 8 വിസിലോളം വന്ന സമയത്ത് ഓഫാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓഫാക്കി നോക്കിയപ്പോൾ അത്യാവശ്യം കറക്റ്റായിട്ട് നമുക്ക് എല്ലാം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ അടിപിടിച്ചിട്ടുണ്ടാവും. ഇതിപ്പോൾ അടിപിടിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് ഞാൻ നിർത്തിയത്. ഒരു 2 കഷ്ണം ചിക്കൻ കൂടി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തിനാന്ന് വെച്ചാൽ എനിക്കത് കറിയാക്കാൻ പെട്ടെന്നാണ് ഒരു ഐഡിയ വന്നത്. അപ്പോൾ ഇത്രയും ഗ്രേവി ഉണ്ടല്ലോ, അപ്പോൾ ചാറ് എന്നാണ് ഇവിടെ പാലക്കാട് പറയാം, ഞങ്ങളുടെ അവിടെ എന്താ പറയാന്ന് അറിയില്ല. അപ്പോൾ ചാറ് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഞാൻ അതിൽ തന്നെ ഒരു പുതിയ ട്രിക്ക് പെട്ടെന്ന് തോന്നിയ ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ മറ്റൊരു പാനിലേക്ക് നമ്മുടെ ഈ പീസസ് മാത്രം ഇട്ട് കൊടുത്തു. അപ്പോഴേക്കും വോയിസ് ഓവർ എടുത്തോണ്ടിരിക്കുമ്പോൾ എനിക്ക് കോൾ വന്നതാണ്. അതാണ് വലിയൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ മിക്കവാറും ഫോൺ ഓഫാക്കിയിട്ടായിരിക്കും വോയിസ് ഓവർ ഒക്കെ കൊടുക്കുക. അപ്പോൾ ആ പീസസ് മാത്രം ആ എണ്ണയിലിട്ട് പൊരിക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മുടെ ചോറ് വെന്ത് വന്നിട്ടുണ്ട്. ഇത് വലിയൊരു ടാസ്ക്കാണ് കേട്ടോ. എനിക്ക് മറിയാനായിട്ട് ട്രൈ ചെയ്തു, ഭാഗ്യത്തിന് ഫുള്ളായിട്ട് പോയില്ല. പിന്നെ ആരൊക്കെയോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കണ്ണൂർ സ്റ്റൈലാണല്ലോ എന്ന് പറഞ്ഞിട്ട്. നമ്മളിവിടെ പാലക്കാടും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചോറ് വാറ്റുന്നത്. പിന്നെ ഇത് വീണ് പോവാതിരിക്കാൻ ഒരു ക്ലിപ്പുണ്ട്, പക്ഷെ ആ ക്ലിപ്പ് ഇപ്പോൾ കാണാനില്ല. അപ്പം ഞാൻ ഇതുപോലെ പാത്രം എന്തെങ്കിലും ഉള്ളിൽ തിരികെ വെക്കൂട്ടാ. അപ്പോഴേക്കും നമ്മുടെ ലിവർ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കറണ്ട് പോയി അടിയിൽ കൂടെ പിന്നെയും വന്നു. ലിവർ അടിപൊളി ടേസ്റ്റാണ്. ആ ഗ്രേവീൻ്റെ കുറച്ച് ഇതും നല്ല പൊരിച്ചും കൂടെ ആകുമ്പോൾ സൂപ്പറായിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ല ചാറ് ഉണ്ടാക്കണം, അതായത് കറി ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ പൊട്ടിക്കാണ് കേട്ടോ. തേങ്ങ പൊട്ടിച്ചാൽ ഈ വെള്ളം എന്തായാലും കുടിക്കുക. നല്ല അടിപൊളിയാണ് സംഭവം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹെൽത്തിന് അടിപൊളിയാണ്. അതാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ചിലർ കളയില്ല, ഇനി കളയരുത്. നിങ്ങൾക്ക് അങ്ങനെ കിട്ടുകയാണെങ്കിൽ അത് യൂസ് ചെയ്യുക. ഞാൻ തേങ്ങ ചിരവിയില്ല, അങ്ങനെ പൂണ്ടെടുക്കൂല. അങ്ങനെ എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കശാശ, കുറച്ച് ജീരകം, ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പം നമ്മൾ ഇറച്ചി കഷ്ണങ്ങളൊക്കെ മാറ്റിയ നമ്മുടെ ഗ്രേവി ഉണ്ടല്ലോ, അതിൽ 2 ചിക്കൻ്റെ കഷ്ണം കൂടി ഉണ്ടായിരുന്നു. അത് ഞാൻ എടുത്തില്ല, കറിയിലേക്ക് തന്നെ വെച്ചു. ഇനിയിപ്പോൾ നമ്മൾ തേങ്ങ അരച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ഉടായ്പ് കറി ആണെങ്കിൽ പോലും നല്ല അടിപൊളി ടേസ്റ്റാണ്. ഉടായ്പായിട്ട് മാറിയിട്ടില്ല, ശരിക്കും നല്ലൊരു ചിക്കൻ കറി അല്ലെങ്കിൽ മട്ടൻ്റെ കറി ആയിട്ട് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് പണിയാവാനാണ് ഞാൻ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഓരോന്ന് കണ്ടുപിടിച്ച് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് താളിച്ചാൽ അമ്മാനത്ത് ഞാൻ ചോദിച്ചു താളിക്കണോ അങ്ങനെ ഇറച്ചിച്ചാറ് വെക്കുമ്പോൾ. അപ്പോൾ താളിച്ചാൽ കുറച്ചും കൂടെ നന്നായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെറിയ ഉള്ളിയാണ് കേട്ടോ എടുക്കുന്നത് താളിക്കാനും വേണ്ടിയിട്ട്. ഒരു പാനിലേക്ക് കസൂരി മേത്തിയില്ലേ, നമ്മുടെ ഉലുവൻ്റെ ചീരയാണ്. നമ്മൾ ലേഡീസിന് ഇടുപ്പിൻ്റെ ഒക്കെ ബലത്തിന്, പെൽവിക് ബോണിൻ്റെ ഒക്കെ ബലത്തിന് ഭയങ്കര നല്ലതാണ് ഉലുവ ചീര ഒക്കെ. അപ്പോൾ ആ ഒരു സംഭവം നമ്മൾ ഡെയിലി ഫുഡിൽ ഇൻക്ലൂഡ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭാവിയിൽ വരുന്ന പ്രശ്നങ്ങൾ കുറവാക്കാനും ഉള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാനും
സഹായിക്കും. അപ്പോൾ അതൊന്ന് വറുത്തതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മല്ലിയില ഇല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഇനി കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മുന്തിരി എന്തിനാണ് ചാറിലെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. എൻ്റെ മക്കൾ കഴിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഇടുന്നത്. ചാറിൻ്റെ ഒരു എരിവ് അറിയാതിരിക്കാനും വേണ്ടിയിട്ട് അവർക്ക് ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഈ മുന്തിരിയും ചേർത്ത് കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമുണ്ടാവും. അതിനാണ് കേട്ടോ. ഇതുപോലെയുള്ള കുറച്ച് ഉടായ്പ പൊടിക്കൈകളാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. മക്കളുടെ കാര്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. പിന്നെ ഒരു ചെറിയ കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്ത് നമ്മുടെ ഉള്ളി മൂപ്പിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളി ഫുള്ളായിട്ട് മൂപ്പിക്കുന്നില്ല, കാരണം അത് കഴിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ നമുക്ക് പാൽ കൊടുക്കുന്നവർക്ക് ചെറിയുള്ളി ഒരുപാട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പാല് വർദ്ധിക്കാനും നമുക്ക് ഹെൽപ്പ് ചെയ്യും. ശരീരത്തിന് തണുപ്പുമാണ്. അപ്പോൾ അതും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ അല്ലെങ്കിൽ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പണി പെട്ടെന്ന് തീർക്കാനും വേണ്ടിയിട്ട് നമ്മൾ ചെയ്താണ്. ഒരു കൂട്ടാൻ ഉണ്ടാക്കുക, അതും തന്നെ നമ്മൾ കറിയാക്കി എളുപ്പപ്പണി. അപ്പോൾ അങ്ങനെ ചാറ് ടേബിളിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. അടുത്ത് ഇനിയിപ്പോൾ ചോറും കൂടെ വിളമ്പിയിട്ട് ടേബിളിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുക. ഇന്നത്തെ പരിപാടി ഏകദേശം കഴിഞ്ഞു. പിന്നെ ഇന്ന് എനിക്ക് ഒരുപാട് തിരക്കുള്ളൊരു ദിവസമാണ്. പുറത്തേക്ക് പോകാനുണ്ടായിരുന്നു, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് സ്പീഡായിട്ട് പണികൾ തീർക്കുകയാണ്. ഞാൻ കഴിക്കുമ്പോൾ ചെറിയ 3 പേർക്കും ഞാൻ വാരിക്കൊടുക്കും. അപ്പോൾ ആ ഒരു ഒറ്റ ട്രിപ്പിൽ അത് കഴിയുമല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ ഇവരെ പുറകെ നടന്ന് മതിയാവും. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ചിട്ടിട്ടാണ് കേട്ടോ കഴിക്കാം. അപ്പോൾ ഹെയ്സൂനും ചുച്ചുക്കും കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബേബി നല്ല ഉറക്കാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ കൊടുത്തു കഴിഞ്ഞ് കുറച്ച് നേരം ഇരിക്കുക എന്ന് വിചാരിച്ചു. അപ്പോഴേക്കും എനിക്ക് തുണി ഉണക്കാനിടാനുണ്ടായിരുന്നു, അലക്കാനിടാനുണ്ടായിരുന്നു. അതും കൂടെ ഇട്ടിട്ട് വന്നിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ബേബി എണീറ്റ്. ഞാൻ നാട്ടിയൊക്കെ നോക്കിയിട്ടാണ്, പക്ഷെ ആള് ഉറങ്ങുന്ന വഴിയില്ല. അപ്പോൾ പിന്നെ ഏതായാലും ഭക്ഷണം കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവളെ എടുത്ത് ഇരുത്തി. അപ്പോൾ ഹയാൻകുട്ടൻ ദേ വന്നിരിക്കണം, അവൻ കഴിക്കാൻ പോവാണ്. അപ്പോൾ എന്ത് കൂട്ടാനോ എന്താണെങ്കിലും എടുക്കുകയാണെങ്കിൽ കുട്ടികൾ എന്തെങ്കിലും ഒന്ന് ചോദിച്ചിട്ട് എടുക്കുള്ളൂ. കാരണം ആരൊക്കെ കഴിച്ചു, ഇനി ആർക്കൊക്കെ വേണം എന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അവരെന്നോട് വന്നിങ്ങനെ ചോദിക്കൂട്ടോ. അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നീ എടുത്തോ എന്ന് പറയും. അപ്പോൾ അവന് ഇതേ കഴിക്കാനായിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഇങ്ങനത്തെ ടൈമിലാണ് ഞാൻ നിങ്ങളുടെ കമൻസ് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ടൈം കുട്ടി കയ്യിലില്ല, അല്ലെങ്കിൽ കയ്യിൽ വേറെ പണിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അപ്പോഴേക്കപ്പോൾ ഞാൻ റിപ്ലൈ ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കമൻറ്റ് ഇങ്ങനെ കണ്ടിട്ട് പോവും, റിപ്ലൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഫ്രീ ആകുന്ന സമയത്ത് റിപ്ലൈ ചെയ്യുക, അങ്ങനെയൊക്കെയാണ് കേട്ടോ. റിപ്ലൈ കിട്ടാത്തവർ വിഷമിക്കരുത്. എനിക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് എല്ലാവർക്കും എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റാത്തത്. വീഡിയോ ഇട്ട ഉടനെ വരുന്ന കമൻസിനൊക്കെ നമ്മൾ റിപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അതിലൊരു ഓയിൽ കാണിച്ചില്ലേ, നല്ല ഓയിലാണ് കേട്ടോ. ഹാവോൻ്റെ അവർ ആ ഓയിൽ വാങ്ങുന്ന 1000 പേരിൽ നിന്നും ഒരാൾക്ക് ഒരു ഗോൾഡ് കോയിൻ ഗിവ് അവേ കൊടുക്കുന്നുണ്ട്. നിങ്ങളും പങ്കെടുക്കണം കേട്ടോ. നല്ല ഓയിലും ആണ്, നല്ല മുടി കൊഴിച്ചിലിനൊക്കെ നല്ല മാറ്റമുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ ഇച്ചു ബേബിക്ക് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ ചുച്ചുക്കുട്ടിക്ക് കുറച്ച് പണികൾ കൊടുത്താണ്. ഇന്ന് ലീവുള്ള ദിവസങ്ങളിൽ കുട്ടികളെ നമ്മളിങ്ങനെ എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്ന് പറയും. ആൺകുട്ടികൾ പെൺകുട്ടികളൊന്നുമില്ല, എല്ലാവർക്കും പണികൾ കൊടുക്കും. അവരെല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യുകയും ചെയ്യും. അവരുടെ ഫോണിലെ ഉപയോഗം കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു പോയിന്റ്സ് കൊടുക്കും എന്ന് പറയട്ടോ. നിങ്ങൾ ഇന്ന് എന്തൊക്കെ പണി ചെയ്യണം അതിനനുസരിച്ച് നിങ്ങൾക്ക് പോയിന്റ്സ് കിട്ടും. പോയിന്റ്സ് കുറേ കൂടുന്ന സമയത്ത് നിങ്ങൾക്ക് സർപ്രൈസ് ഗിഫ്റ്റ് തരും എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ അവർക്ക് സ്വന്തമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വ ബോധം കൂടി വരും. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം ഉമ്മമാർ ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ വാപ്പമാർ ചെയ്യേണ്ടതാണ് എന്നുള്ളൊരു ബോധമല്ലേ ഉണ്ടാവുക. അത് മാറ്റിയെടുക്കാനും വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പണികൾ, ഒരു വീട്ടിലെ പണികൾ എല്ലാവരും ചെയ്യണം, എങ്കിലേ നല്ല സ്മൂത്തായിട്ട് ഫാമിലി പോവുള്ളൂ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് പറഞ്ഞിട്ടല്ല നമ്മളിങ്ങനെ ഓരോ പണികൾ കൊടുത്തിട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ള ആ ഒരു ഇതാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ചുച്ചു ചെയ്ത് കാണുമ്പോൾ ഹെയ്സനും കൂടി വന്നിട്ട് എനിക്ക് എത്ര പോയിന്റ് കിട്ടി അമ്മീ എന്ന് പറഞ്ഞിട്ട് മെല്ലെ നൈസിൽ മൊബൈൽ എടുക്കാൻ നോക്കി. അപ്പോഴേക്കും ഞാൻ പിന്നെ മൊബൈൽ വാങ്ങിച്ചിട്ടാണ്, നിങ്ങൾക്ക് പോയിന്റ് കുറയും മൊബൈൽ എടുത്താൽ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ഹയാൻകുട്ടന് സുഖമില്ലാതായി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ അവൻ തലകറിഞ്ഞ് വീണു കേട്ടോ. മീൻസ് മൊബൈൽ ആക്ച്വലി അതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ മൊബൈൽ നോക്കിയിട്ട് വന്നിട്ട് അങ്ങനെ വീണ്. പിന്നെ രാത്രിയായിരുന്നു, ആരും ഉണ്ടായിരുന്നില്ല ഇവിടെ. അങ്ങനെ വേഗം മുകളിലായിരുന്നു, TV കാണാനും വേണ്ടിയിട്ട് മുകളിൽ പോയതായിരുന്നു. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ അവനെ എങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് എടുത്തിട്ട് വന്നതെന്ന് തന്നെ എനിക്കറിയില്ല. എങ്ങനെയൊക്കെയോ എടുത്തിട്ട് വന്ന് പിന്നെ കസിൻ വന്നു, അങ്ങനെ ജില്ലാ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അതൊക്കെയാണ് സംഭവങ്ങൾ. പിന്നെ ഇൻഷാല്ല വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്. കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കാതിരിക്കുക. മൊബൈൽ കൊടുത്തു കഴിഞ്ഞാൽ പല ദോഷങ്ങളും വരുന്നുണ്ട്. അതെന്താണ് എന്നൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം കേട്ടോ. പിന്നെ പിന്നെ അലക്കാനിടാനുണ്ടായിരുന്നു യൂണിഫോം പോലെയുള്ള സംഭവങ്ങളൊക്കെ. അത് ഈ വാഷിംഗ് മെഷീനിലും മറ്റേലും നോർമലായിട്ട് ഇടൂലേ തുണികൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് അതും ചുച്ചുക്കുട്ടീനെ കൊണ്ട് ചെയ്യിപ്പിച്ച്. അപ്പോൾ ഓണാക്കണ്ടേ അമ്മിയോട്ടോള് ചോദിക്കുന്നുണ്ട്. ഞാൻ ഓണാക്കിക്കോളാന്ന് പറഞ്ഞു. പിന്നെ അപ്പോഴേക്കും ഞാൻ വന്ന് നോക്കുമ്പോൾ ശരിക്കും സർപ്രൈസ് ആയിപ്പോയി. ഇത് ഞാൻ അവളോട് പറഞ്ഞിട്ട് പോലും ഉണ്ടായിരുന്നില്ല.
ബെഡെല്ലാം കുടഞ്ഞ് വിരിച്ച് നല്ല ഭംഗിയിൽ വിരിച്ച് വെച്ചിരിക്കുന്നു കേട്ടോ. ഞാൻ ശരിക്കും നെട്ടിപ്പോയി അവളത് ചെയ്തത് കണ്ടപ്പോൾ. കാരണം നമ്മുടെ ഇഷ്ടം എന്താണോ അത് അവർ അറിഞ്ഞ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവും എന്നുള്ള ആ ഒരു ഇത് തോന്നിയിട്ട് അവൾ ചെയ്തതാണ് കേട്ടോ. പിന്നെ ഇതെന്താ സംഭവിച്ചാൽ ഫാൻ ഇങ്ങനെ ഇട്ടിട്ട് ഫാൻ്റെ കാറ്റ് ഏത് ഭാഗത്താണ് പോവാന്ന് അവൾ കൈ കൊണ്ട് ആക്ഷനിൽ ഇങ്ങനെ നോക്കും, എന്നിട്ട് ആ ഭാഗത്ത് വന്ന് കിടക്കലാണ് കേട്ടോ. അലക്കിയ കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഓരോരുത്തരുടെ ഭാഗത്ത് മടക്കി വെച്ച് അതിനുശേഷം ഞാനിത് വൈകുന്നേരത്തിലുള്ള സ്നാക്കായിട്ട് ഇന്ന് കുട്ടികൾക്ക് കൊടുക്കുന്നത് നമ്മുടെ പപ്പായാണ്. നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പം അതിൻ്റെ ബാലൻസ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിൽ കുറച്ച് ചാട്ട് മസാല ഇതുപോലെ ഇട്ട് കൊടുക്കും. അപ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ പൊതുവെ പപ്പായ കഴിക്കാൻ ഇഷ്ടമായിരിക്കും, പക്ഷെ കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ട് ഉപ്പും മധുരവും എരിവും ഒക്കെ കൂടെ ഇങ്ങനെ വരാനും വേണ്ടിയിട്ട് ആ ചാട്ട് മസാല ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ ചോദിച്ചോണ്ടേയിരിക്കും, പിന്നെ നമുക്ക് കിട്ടൂല. അതാണ് വാസ്തവം. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് മക്കൾക്ക് എല്ലാവർക്കും കൊണ്ട് കൊടുക്കാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അത്യാവശ്യ പണികളൊക്കെ കഴിയുമ്പോൾ അമ്മാൻ്റെ വീട്ടിൽ ഹെൽപ്പിന് വരുന്ന താത്താനെ അടിച്ചുവാരി തുടക്കാനും വേണ്ടിയിട്ട് പറഞ്ഞേക്കാന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കും കൂടെ അവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും കൂടെ പപ്പായയിൽ ചാട്ട് മസാല ഇട്ട് കൊടുത്തു. പിന്നെ എനിക്ക് വിശക്കുമ്പോൾ കഴിക്കാനും വേണ്ടിയിട്ടുള്ളത് ഞാനിതുപോലെ ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ വിശന്ന സമയത്ത് ഇങ്ങനെ പാൽ കൊടുക്കുമ്പോൾ നമുക്ക് വെറുതെ വിശക്കൂലേ. അപ്പോൾ കയറി അങ്ങോട്ട് ചോറ് അങ്ങോട്ട് കഴിച്ചാലുണ്ടല്ലോ നന്നായിട്ട് നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ വീർത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. തടി വെക്കുന്നത് മോശം എന്നല്ല, അത് കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് നോ പ്രോബ്ലം, അല്ലാത്തവർക്ക് അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. എനിക്കങ്ങനെ തടി വെക്കുന്ന ഇഷ്ടമല്ല. ഒന്നാമത്തത് ഞാൻ ഹൈറ്റ് കുറവാണ് കേട്ടോ, അതുകൊണ്ടാണ്. നിങ്ങൾ ഈ കാണുന്ന വീഡിയോയിലുള്ള പോലെയല്ല, എല്ലാവരും നേരിട്ട് കാണുമ്പോൾ പറയേണ്ടത് സിലു ചെറിയ ആളാണ് അല്ലേ, ഹൈറ്റ് ഇല്ല അല്ലേ എന്ന്. ഇതിൽ അത്യാവശ്യം വലുതായിട്ട് തോന്നുകയാണെങ്കിലും നമ്മൾ ഹൈറ്റ് കുറവാണ്. പിന്നെ അതിനുശേഷം എനിക്ക് ഒരു ഷോപ്പിൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് അവർ പോകാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് പോയി, പിന്നെ വേറൊരു ഷോപ്പിലേക്ക് പോയി. അതിനുശേഷം ഞാനും റെനക്കുട്ടിയും കൂടെ വിശന്ന് വലഞ്ഞ് അങ്ങനെ കഴിക്കാനും വേണ്ടിയിട്ട് ഒരു ഷോപ്പിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സംഭവം ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ ഇരുന്ന് കഴിച്ചതാണ് കേട്ടോ. പിന്നെ പുറത്തു പോയിട്ട് വരുമ്പോൾ എന്തായാലും മക്കൾ ഇങ്ങനെ കയ്യിൽ നോക്കും. അതായത് ഈ വാപ്പമാരൊക്കെ പുറത്തു പോയിട്ട് വരുമ്പോൾ എന്താ വാങ്ങിട്ട് വന്നെന്ന് ചോദിക്കില്ല. അതേപോലെ ഞാൻ പുറത്തു പോയിട്ട് വരുമ്പോൾ കുട്ടികൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം ഞങ്ങളൊരു ഷോപ്പിൽ കയറി കുറച്ച് സാധനങ്ങൾ അവർക്ക് വേണ്ടത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് മറ്റേ ഷോപ്പിൽ നിന്ന് ഞങ്ങൾ കഴിച്ച പോലെ കുട്ടികൾക്കും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്ന എല്ലാവർക്കും കൊടുത്തു. പിന്നെയെന്ന് പറയുമ്പോൾ നമ്മുടെ ഹയാൻകുട്ടൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും സൂക്ഷിക്കുക. കാരണം ഈ മൊബൈൽ കുട്ടികൾ കുറേ നേരം ഇങ്ങനെ നോക്കിയിട്ടിരുന്നാൽ അല്ലെങ്കിൽ സ്ക്രീനും നോക്കിയിട്ടിരുന്നാൽ ബ്രെയിന് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആയിട്ട് കുറേ പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ വരും. അങ്ങനെ അവന് പെട്ടെന്ന് വീണതാണ്, കാലുതടഞ്ഞ് വീണതാണോ എന്താണെന്നൊന്നും അറിയില്ല, മുകളിൽ നിന്ന് വീണതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇൻസ്റ്റഗ്രാമിൽ ഒരു ഡോക്ടർ പറയുന്ന വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, മക്കൾ മൊബൈൽ നോക്കരുത് പറഞ്ഞിട്ട്. കാരണം ആ ഡോക്ടറാണോ എന്താണെന്നുള്ള അറിയില്ല, അവരുടെ കുട്ടിക്ക് സ്കൂളിൽ ചേർത്താൻ പോയപ്പോൾ കുറച്ച് എന്തോ ഒരു ഡിലേ ഉണ്ട് സംസാരിക്കാൻ എന്നൊക്കെ പറഞ്ഞു. നോക്കിയ സമയത്ത് ആ കുട്ടിക്ക് ഓട്ടിസം വന്നു. അതായത് ഈ മൊബൈൽ നോക്കിയിട്ട് ഓട്ടിസം പോലെയുള്ള ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മക്കൾ. അതുകൊണ്ട് മക്കളിനെ മൊബൈലൊന്നും അധികം നോക്കാതെ അവരെങ്ങനെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുമോ, മറ്റ് ആക്ടിവിറ്റീസിൽ നമുക്ക് കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്യിക്കാൻ പറ്റുമോ അത് മാക്സിമം ട്രൈ ചെയ്യുക മക്കളെ കൂടുതൽ. എനിക്ക് അതും കൂടെ കേട്ടപ്പോൾ ഭയങ്കര ടെൻഷനായിട്ട്. അപ്പോൾ ഇത് നിങ്ങളുമായിട്ട് എനിക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. നിങ്ങളുടെ മക്കളും എൻ്റെ മക്കളാണെങ്കിലും ആരാണെങ്കിലും നല്ല മക്കളായിട്ട് ജനിച്ചിട്ട് അവരെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വിടരുതല്ലോ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ വേറെ എന്തോ ഒരു കാര്യം കൂടെ പറയണമെന്ന് വിചാരിച്ചു. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.